അതൊക്കെ ചോദിച്ചു. പിന്തിരിപ്പിക്കാനല്ല, അവരിങ്ങനെ ഒരു ഉപദേശം പോലെ എന്നോട് പറഞ്ഞു, ഈ സമയത്ത് തുടങ്ങണോ, എന്നാൽ പിന്നെ കുറച്ചും കൂടി പഠിച്ചിട്ട് പോരെ. അപ്പോൾ വാപ്പ ചോദിച്ചു, എനിക്ക് ജ്വല്ലറി പറ്റി എന്തെങ്കിലും അറിയുമോ? അപ്പോൾ എനിക്കൊന്നും അറിയില്ല, കാരണം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് പിന്നെ എൻ്റെ വാപ്പയുടെ കസിൻ തന്നെയായ അഹമ്മദ് ക മലബാർ ഗോൾഡ് തുടങ്ങുന്നതും. ആ സമയത്തല്ല, 91 മലബാർ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. യെസ്, അളിയനും കൂടി ഒരു യാത്ര. അതെ, അങ്ങനത്തെ അളിയനും കൂടി ഒരു യാത്ര തുടങ്ങി. എന്തിനും റെഡിയുള്ളൊരു വൈബ്രൻറ്റ് ടീം എൻ്റെ ഒപ്പം. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ഡിസിഷൻ പറയുമ്പോൾ അവരതെടുത്ത് ചെയ്തിരിക്കൂ. നോകളുടെ എണ്ണം കുറവാണ്, അവിടെ നോ ഇല്ല. വിഷൻ 2032 ദുബായ് GCC ഞങ്ങൾ 40ഓളം സ്റ്റോറുകളും, 2032 നമ്മൾ ദുബായ് IPOയിലും, 2029 ഇന്ത്യയിൽ IPOയിലും പോകാന്നുള്ളതാണ്. അടിപൊളി. 1000 CR മേലെ നമുക്ക് ടേൺ ഓവർ നടത്താം. 1000 CR മുകളിൽ ചെയ്യുന്നുണ്ട്. 300ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 300 ആളുകൾ ജോലി കൊടുത്തിട്ടുണ്ട്. വലിയൊരു വിഷൻ. ഒരു 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്നും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ട് അവിടുന്ന് വിജയിച്ച സംരംഭകരുടെ കഥ പറഞ്ഞിരിക്കുന്ന വേദിയാണ് സ്പാർക്ക്. വളരെ വിരളമായിട്ടാണ് നമുക്ക് തൊട്ടതെല്ലാം പൊന്നാക്കിയ സംരംഭകരുടെ കഥ കിട്ടാറുള്ളൂ. അതുപോലെ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ച ഒരു കച്ചവടക്കാരനെയാണ്. അരിക്കുളം സ്വദേശിയായ ഷഫീഖ്. ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇന്ന് അദ്ദേഹം വളർത്തിയ വലിയൊരു ജേണിയിലൂടെയാണ്. നമുക്ക് കേൾക്കാം ഷഫീഖിന്റെ ഒരു നല്ല സ്പാർക്കുള്ള യാത്ര. ഷഫീഖ് ജി, സ്വാഗതം. എവിടെയാണ് ഷഫീഖിന്റെ നാടും വീടും ഒക്കെ? കോഴിക്കോട് പേരാമ്പ്ര അരിക്കുളം കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ജ്വല്ലറിക്കാരുടെ നാടാണ്. ജ്വല്ലറിക്കാരും കൊപ്ര കച്ചവടക്കാരും തീർച്ചയായിട്ടും. ഷഫീഖിന്റെ വാപ്പച്ചി അരിക്കുളത്തെ ഒരു നല്ല കൊപ്ര കച്ചവടക്കാരനായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ബിസിനസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട വ്യക്തിയാണ്. എങ്ങനെയാണ് അവിടെ നിന്ന് ഒരു കൊപ്ര കച്ചവടത്തിൽ നിന്നും ജ്വല്ലറി ബിസിനസ്സിലേക്ക് വരുന്നത്? എൻ്റെ ഒരു ആഗ്രഹം കൊപ്ര കച്ചവടക്കാരനായ പൈങ്ങാറ അഹമ്മദിൻ്റെ മകൻ എന്നുള്ളത് മാറി സ്വന്തമായിട്ടൊരു ബ്രാൻഡുള്ള ഒരു ഷഫീഖായി മാറണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. 20-ാമത്തെ വയസ്സിൽ. അതെ, 20 വയസ്സിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ എൻ്റെ വാപ്പയുടെ കസിൻ തന്നെയായ അഹമ്മദ് ക മലബാർ ഗോൾഡ് തുടങ്ങുന്നതും. ആ സമയത്തല്ല, 91 മലബാർ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അദ്ദേഹത്തിൻ്റെ യാത്ര കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ജ്വല്ലറി ബിസിനസ് എനിക്ക് ചെയ്തുകൂടാ എന്നൊരു ചിന്ത വരികയും പിന്നെ അങ്ങനെ ഞാൻ ജ്വല്ലറി ബിസിനസ്സിലേക്ക് എത്തുന്നത്. അപ്പം 20-ാമത്തെ വയസ്സിൽ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വരാൻ എന്തായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? ഒരു പഠനം വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ജ്വല്ലറി തുടങ്ങാനുള്ള ആഗ്രഹം വീട്ടിൽ സംസാരിച്ചു. അപ്പോൾ വാപ്പ ചോദിച്ചു, എനിക്ക് ജ്വല്ലറി പറ്റി എന്തെങ്കിലും അറിയുമോ? അപ്പോൾ എനിക്കൊന്നും അറിയില്ല, കാരണം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജ്വല്ലറി എന്നല്ല, ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടും ഒന്നും അറിയില്ല. അപ്പോൾ വാപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യും, പിന്നെ നീ ആദ്യം അതിനെപ്പറ്റി ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് വാപ്പയുടെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഈ പേരാമ്പ്രയിൽ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം ഒരു ജ്വല്ലറി നടന്നുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്നോട് നീ അവിടെ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയി, അവിടെ പഠിക്കാനൊരു ചാൻസ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജ്വല്ലറിയിൽ പോയി കാര്യങ്ങളൊക്കെ ഒരുവിധം അതിൻ്റെ ഒരു ബേസിക് നോളജൊക്കെ പഠിച്ചു. എത്ര വർഷം നിന്നു അവിടെ? അവിടെ ഒരു 1.5 വർഷം. അപ്പോൾ 2000 അവിടെ പോകുന്നത്. 2002 ആകുമ്പോഴത്തേക്ക് എനിക്കെപ്പോഴും സ്വന്തം തുടങ്ങുന്ന ആഗ്രഹത്തിലാണല്ലോ. അപ്പോൾ 2002 ആക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, സ്വന്തമായി തുടങ്ങാനുള്ളൊരു ആഗ്രഹമായി. അവിടുന്ന് ചാടിയില്ല, അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട്. അപ്പോൾ പുള്ളിയും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമില്ല, എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറിലോ, എൻ്റെ പെങ്ങളെ ഭർത്താവ് അബ്ദുൽ നാസർ, ഇപ്പോൾ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പുള്ളി. എന്നും എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു തുടങ്ങാം. എന്താ വെച്ചാൽ ആ സമയത്ത് കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ട്, കാരണം ഏജ്, പിന്നെ ആ സമയത്തുള്ള ഒരു വലിയൊരു ഹ്യൂജ് ക്യാപിറ്റൽ. കാരണം പേരാമ്പ്രയിൽ ഉള്ള ഒരു വലിയ ഷോപ്പാണ് ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഏതാണ്ട് ഒരു 750 സ്ക്വയർ ഫീറ്റുള്ള റൂമൊക്കെ എടുത്തു. 2003 750 സ്ക്വയർ ഫീറ്റുള്ള റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. യെസ്, അളിയനും കൂടി ഒരു യാത്ര. അതെ, അങ്ങനത്തെ അളിയനും കൂടി ഒരു യാത്ര തുടങ്ങി. പിന്നെ അപ്പോൾ ഉപ്പാപ്പ ആ സമയത്ത് പപ്പയ്ക്ക് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചെറിയൊരു ക്രൈസിസിലൊക്കെയുള്ള സമയത്താണ് ഇതിൻ്റെ പരിപാടി. പക്ഷേ എന്നാലും അത് പൂർണ്ണ പിന്തുണയൊക്കെ തന്നു. കുഴപ്പമില്ല, നീ തുടങ്ങിക്കോന്ന് പറഞ്ഞു. പിന്നെ വൈഫ് അവൾ ഉണ്ട്. പിന്നെ വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം അവിടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. 21 വൈഫ് ഉണ്ട്. ഞാനൊരു 22-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു, തുടങ്ങാം, നമുക്ക് ജ്വല്ലറി തുടങ്ങാൻ, എന്താ തുടങ്ങി പറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധൈര്യമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതെ, പ്ലാൻ ചെയ്തു.
അപ്പൊ എന്തായിരുന്നു കയ്യിലെ മൂലധനം? മൂലധനം അങ്ങനെ ചോദിച്ചാൽ കുറച്ച് പൈസ കയ്യിലുണ്ട്. പിന്നെ വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ വിറ്റു. ഗോൾഡ് വിറ്റല്ല, ഗോൾഡ് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. പിന്നെ അളിയൻ പറഞ്ഞല്ലോ, പുള്ളി കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കുറേ ആളുകളോട് സംസാരിച്ചു. ഇപ്പോൾ ഫസ്റ്റിലൊക്കെ പോയ സമയത്ത് ആളുകൾ ചോദിച്ചു, പിന്നെ സ്വന്തമായിട്ട് തുടങ്ങും ഈ സമയത്തോ? പിന്നെ ആ സമയത്ത് ഗോൾഡിന് ചെറിയൊരു ഹൈക്ക്, അത് അതുവരെ ഉണ്ടായിരുന്ന കളിച്ചിട്ട്, അപ്പോൾ ഗോൾഡിനൊക്കെ വില കൂടിയില്ലേ, അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഗോൾഡിൻ്റെ വില കുറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. പക്ഷേ എന്നാലും ഗോൾഡ് അതിൻ്റെ ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കൊണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോശമല്ല അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ കുറച്ച് ആളുകളൊക്കെ എതിർത്തു. പിന്നെ നിങ്ങൾക്ക് വേറെ തൽക്കാലം പിന്നെ വേറെ ജ്വല്ലറിലൊക്കെ നിന്നാൽ പോരെ, എന്തിനാണ് സ്വന്തമായിട്ട് തുടങ്ങുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ. അല്ലെങ്കിൽ ഇപ്പോൾ റണ്ണിങ് ചെയ്യുന്ന ഏത് ബിസിനസ്സിൽ ഷെയർ എടുത്താൽ പോരെ. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് വേണം. എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്തിരിപ്പിക്കാനൊക്കെ ഒരുപാട് കുടുംബക്കാർ, നാട്ടുകാരൊക്കെ ചോദിച്ചു. പിന്തിരിപ്പിക്കാനല്ല, അവരിങ്ങനെ ഒരു ഉപദേശം പോലെ എന്നോട് പറഞ്ഞു, ഈ സമയത്ത് തുടങ്ങണോ, പിന്നെ കുറച്ചും കൂടി പഠിച്ചിട്ട് പോരെ, ഇപ്പോൾ ഒരു 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏജ് അവരത് ചോദിക്കുന്നില്ലെങ്കിലും, കാരണം കല്യാണം കഴിച്ചപ്പോൾ മെച്യൂരിറ്റി ആയല്ലോ ആളുകൾ ചിന്താഗതി, അതുകൊണ്ട് അതവർ ചോദിക്കുന്നില്ല. എന്നാലും അവർ അതൊക്കെ നോക്കി. പക്ഷേ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. എൻ്റെ ഫാദറിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ, നമ്മൾ സ്വന്തം കുറേ ആളുകൾ, 1-2 ആൾക്കാർ നീ തുടങ്ങ്, ധൈര്യം തുടങ്ങും എന്ന് പറഞ്ഞ് എനിക്കിന്നും 1-2 പേരുകളൊക്കെ മറക്കാതിരിക്കും. എനിക്ക് ധൈര്യത്തിൽ കൈ പിടിച്ചിട്ട് തുടങ്ങി, നമുക്ക് നോക്കാം, ഞങ്ങളുണ്ടാവും, അല്ല ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ, അവർ ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരാണ് ഇപ്പോഴും എൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ ഞങ്ങൾ തുടങ്ങാനൊക്കെ തീരുമാനിച്ചു. 2013 ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുവാണ്. 2003 ജ്വല്ലറി 2003 ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്ത് പേരിട്ടു? അപ്പോൾ പേര് അതൊരു ഒരു കൺഫ്യൂഷനായി. അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ജ്വല്ലറിക്ക് വേറൊരാളെ പേരാണ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് ആ പുള്ളി ഇതിൽ വരുന്നുണ്ട്, ഇതിൽ സപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ട് പുള്ളി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പേര് വേണം. അപ്പോൾ പേരിനെ പറ്റി ഞാനും നാസർക്ക എൻ്റെ ബ്രദറിലോ അളിയൻ അളിയൻ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അളിയൻ എന്ന് വിളിക്കും. അപ്പോൾ എന്ത് പേരില്ല. അപ്പോൾ പേര് നോക്കിയ സമയത്ത് അതിന് കുറഞ്ഞ ആകെ 2 അക്ഷരം മതി, ആളുകൾ മനസ്സിൽ പെട്ടെന്ന് നിൽക്കണം, ഒരിക്കൽ കേട്ടാൽ മറന്നു പോകാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു പേരായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ വിഷനൊക്കെ ഉണ്ട്? ഓ തീർച്ചയായിട്ടും. അപ്പോൾ ആളുകളെ മനസ്സിൽ പെട്ടെന്ന് അവിടെ തങ്ങി നിൽക്കണം. അപ്പോൾ ഞങ്ങളൊരു ദിവസം രാവിലെ ഇങ്ങനെ ഷട്ടിൽ കളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു തൊട്ട അയൽവാസി ഒരു കോളേജ് പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു ജ്വല്ലറി തുടങ്ങാം. ആണോ, നീ ജ്വല്ലറി തുടങ്ങാൻ പോകണം? അപ്പോൾ എന്ത് പേരിട്ട് അവരും കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പേരിട്ടില്ല, അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ പേര് വേണം. അപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ ഒരു 6 ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും, എനിക്കറിയാം. പുള്ളി നന്നായിട്ട് വായിക്കും, എഴുതും, ഒരുപാട് ലാംഗ്വേജുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു പേര് സജസ്റ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാകെ 2 വാക്കേ പാടുള്ളൂ, സിമ്പിളായിരിക്കും. ആടോ എനിക്ക് 2 വാക്ക് പറയാം, ദിയ പറ്റുമെന്ന് വെച്ചു. ദിയ ഇപ്പോഴത്തെ ദിയ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ദിയയുടെ മീനിങ് എന്താണ്, എനിക്കതറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു ഉറുദു വേർഡാണ്, ഒരു ദീപശിഖ, നമ്മളെ ഓടാനൊക്കെ പോകുന്ന ആളുകൾ കയ്യിൽ വെക്കുന്ന അതാണ് ദീപശിഖ. അപ്പോൾ എനിക്ക് കത്തി, നല്ല പേരാണല്ലോ, ഞങ്ങളെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും നല്ല ഉചിതമായ പേരായി തോന്നി. ഞാൻ ഉടനെ തന്നെ പിന്നെ നാസർ ഖാനെ വിളിച്ചു പറഞ്ഞു, ഒരു പേര് കിട്ടിയിട്ടുണ്ട് നമുക്ക്, ദിയ. അപ്പോൾ ഓക്കെ, നല്ല പേരാണ്. അപ്പോൾ പിന്നെ 1-2 പാർട്ട്നേഴ്സ് അവരോട് പറഞ്ഞു, അവർക്കും ഭയങ്കര, അവർ പല പേരുകൾ നമ്മളിങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേരോട് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ദിയ നല്ല പേരാണ്, സിമ്പിളാണ്, എലഗൻ്റാണ്, നല്ല പേരാണ്. ഓക്കെ, അങ്ങനെ ദിയയുടെ പേരിട്ടു. ദിയ 2003 ദിയയുടെ സ്റ്റാർട്ടിങ് ആദ്യത്തെ ഷോപ്പ്, ഫസ്റ്റ് ഷോപ്പ് 750 സ്ക്വയർ ഫീറ്റിൽ പേരാമ്പ്രയിലെ അന്നത്തെ ഏറ്റവും വലിയ ഷോപ്പ്. അന്ന് അതുവരെ പേരാമ്പ്രയിൽ അത്രയും സ്റ്റോക്കുള്ള, അത്രയും ഡിസൈൻസുള്ള ഒരു ഷോപ്പ് വേറെ ഇല്ലായിരുന്നു. ഒരു എത്ര വർഷം കൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഹാപ്പി ആക്കി? 6 മാസം കൊണ്ട് തന്നെ ഷോപ്പ് സക്സസ് ആയി എന്ന് പറയാം. കാരണം ബിസിനസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ 1 ഇയർ കൊണ്ട് അവർക്ക് നമ്മൾ റിട്ടേൺസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഹാപ്പി, അവർ ഭയങ്കര ഹാപ്പി. എന്തുകൊണ്ടായിരിക്കും ഈ പേരാമ്പ്ര പോലത്തെ ഒരു ടൗണിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്? അതെ, അത് ഞാൻ നേരത്തെ പറയാൻ പോയ വിട്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾ പേരാമ്പ്രയിൽ ഷോപ്പ് ആരംഭിക്കാൻ നോക്കിയൊരു സമയത്ത് ഞങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. ആ സമയത്ത് അത് C ക്ലാസ് മാർക്കറ്റാണ്. പേരാമ്പ്ര ഒരു മലയോര മേഖലയാണ്, C ക്ലാസ് ആണ്. അവിടെ ഒരു പ്യൂരിറ്റി 916 പ്യൂരിറ്റി ഉള്ള ഷോപ്പുകൾ ഇല്ല എന്ന് പറയായിരുന്നു. ഉണ്ടെങ്കിൽ ചില ഷോപ്പ് കുറച്ച് മിനിമം പ്രൊഡക്റ്റ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു, ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ 916 കൊടുക്കുകയുള്ളൂ. 100% 916 ആയ ഷോറൂം പേരാമ്പ്രശ്ശേരിക്ക് ഞങ്ങളെ ദിയ ഗോൾഡൻ ഫസ്റ്റിൽ. അതുപോലെ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഒരു A ക്ലാസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഷോപ്പ് കിട്ടുന്ന അതേ സർവീസ്, സൗകര്യങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കും. അവർക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ടാവും, അവർക്ക് സെലക്ഷൻ ഉണ്ടാവും.
അവർ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നത് വരെ അവർക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അവരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റണം. ആ ഡിസിഷൻ ഞങ്ങൾ എടുത്തു. അവർക്കൊന്ന് നല്ല പ്യൂരിറ്റിയുള്ള ഗോൾഡ് കൊടുക്കുക, അവർക്ക് നല്ല സർവീസ് കൊടുക്കുക, അവർക്ക് സന്തോഷത്തോടെ അവരെ തിരിച്ചയക്കാൻ പറ്റുക. ഇത് മൂന്നും നമ്മൾ ഫസ്റ്റിൽ ചെയ്തുകൊണ്ട് ഞങ്ങളെ ബിസിനസ് സക്സസ് ചെയ്യാം. അപ്പോൾ 6 മാസം കൊണ്ട് ഞങ്ങൾ സക്സസ് ആയിരുന്നു. 1 ഇയർ കൊണ്ട് അവർക്ക് കസ്റ്റമേഴ്സിന് നല്ല റിട്ടേൺസ് കൊടുക്കാൻ, ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺസ് കൊടുക്കാൻ തുടങ്ങി. ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി, സംഭവം സക്സസ് ആയി. അതുവരെ നമ്മൾ ഹാപ്പി. അത് നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ച ആളുകൾക്കൊക്കെ ഒരു എന്താ പറയാ, അവരുടെ വിജയോ ഭയങ്കര ഭയങ്കര സന്തോഷം. സന്തോഷം. ഓ തീർച്ചയായിട്ടും. അവിടെ നിന്ന് അടുത്തൊരു ചുവട് വയ്ക്കുന്നത് 10 വർഷങ്ങൾക്ക് 10 വർഷം എടുത്തു. 2013 പേരാമ്പ്രയിൽ നിന്നുള്ള വലിയ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇന്നത്തെ ഷോപ്പിലേക്കുള്ള പ്രയാണം. എന്ത് പറ്റി? 1 വർഷം കൊണ്ട് പ്രോഫിറ്റിലായ എല്ലാവരെയും ഹാപ്പി ആക്കിയ ഒരു ബ്രാൻഡ് 10 വർഷം എടുത്തു രണ്ടാമതൊരു ഷോപ്പ് തുടങ്ങാൻ. എത്രയും ടൈം എടുത്ത്? എന്താ ആകെ 1.5 വർഷത്തെ എക്സ്പീരിയൻസോടെ തുടങ്ങിയ ഒരു സ്ഥാപനം. ഞാൻ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു വെച്ചാൽ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചു, പിന്നെ ജ്വല്ലറി ബിസിനസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം എല്ലാം ഒന്ന് സെറ്റായ ശേഷം 2013 നമ്മൾ ഇന്നത്തെ വലിയ ദിയ പേരാമ്പ്രയിൽ ഫസ്റ്റ് ഷോപ്പ് നല്ല സെലക്ഷനും സ്റ്റോക്കോട് കൂടി ഷോപ്പ് എക്സ്പാൻഷനിലേക്ക് പോവാണ്. അവിടെ നിൽക്കില്ല. അതൊരു പ്രയാണം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും, ഞാനും നസറൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ അങ്ങോട്ട് എക്സ്പാൻഷനാണ് നമുക്ക് എന്നുള്ള തീരുമാനം തന്നെയാണ് നമ്മൾ ഈ 2013 അത്രയും സമയം എടുത്തത് കൊണ്ടാണ്. കാരണം ഒരു അടിത്തറ നമ്മൾ ഉറപ്പിച്ചു. 10 വർഷം കൊണ്ട് നമ്മളെ ബേസ് കറക്റ്റ് ചെയ്തു, അതിൻ്റെ പില്ലേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ 2 വർഷം കൊണ്ട് തുടങ്ങാം. പക്ഷേ അത് ഇന്നത്തെ നിലയിൽ എത്തുമോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷെ നമ്മളെ 10 വർഷം എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഞങ്ങൾക്ക് വളർച്ചയ്ക്ക് എന്താ, ഞങ്ങളെ ബേസ് അവിടെ ഉറച്ച് നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊരു പോറലും ഉണ്ടാവില്ല, അതിന് ഇളക്കമില്ല. അത് ഞങ്ങൾ ആ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. ഓ തീർച്ചയായിട്ടും. 2013 ശേഷം പിന്നെ എല്ലാ വർഷങ്ങളിലും തന്നെ 2013 നമ്മളൊരു 2013 ഫസ്റ്റിൽ നമ്മൾ മേപ്പയ്യൂർ, ഞങ്ങളെ തൊട്ടടുത്തുള്ള മേപ്പയ്യൂർ എന്ന ചെറിയൊരു ഷോപ്പ് ഞങ്ങൾ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ട്രയൽ അടിച്ചു. ഒരു രണ്ടാമത് ഷോപ്പ് എങ്ങനെ മാനേജ് ചെയ്യുന്ന ട്രയൽ അടിക്കാൻ വേണ്ടി ഞങ്ങളെ തൊട്ട് അടുത്ത പ്രദേശം മേപ്പയ്യൂരിൽ ഞങ്ങളൊരു ഷോപ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഈ വലിയ ഷോപ്പ്. അതിനുശേഷം 2017 ബാലുശ്ശേരിയിൽ ദിയ ഗോൾഡ് ഡയമണ്ട്സിൻ്റെ മൂന്നാമത്തെ ഷോറൂം. ആക്ച്വലി വലിയ ഷോറൂം അതാണ്, പക്ഷേ 3ാമത്തെ ഷോറൂം. പിന്നെ 4ാമത്തെ ഷോറൂം നമ്മൾ മുക്കത്ത് പോയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. 2019. 2020 താമരശ്ശേരി. 2022 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇരിട്ടിയിൽ പോയിട്ട്, കണ്ണൂർ ജില്ലയുടെ ഇരിട്ടിയിൽ പോയി ഷോപ്പ് ഓപ്പൺ. അപ്പോഴത്തേക്ക് 6 ഷോപ്പായി. 6 ഷോപ്പുമായി. അതിനൊപ്പം 2019 ഞങ്ങളൊരു കോഴിക്കോട് ഒരു വലിയ ഹോൾസെയിലും മാനുഫാക്ചറിംഗ് ഡിവിഷൻ ആരംഭിച്ചിട്ട് 2019 ഓൾമോസ്റ്റ് കേരളം മൊത്തം സപ്ലൈ ചെയ്യുന്ന, കേരളമല്ല ഇപ്പോൾ ചെന്നൈയിലും ആന്ധ്രയിലൊക്കെ നമുക്ക് സപ്ലൈ ഉള്ള നല്ലൊരു ഹോൾസെയിൽ ഡിവിഷൻ നമ്മൾ ആരംഭിച്ചു. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വപ്നം കണ്ട ആ ഒരു സ്വപ്നം 2024 ആയപ്പോഴേക്കും കേരളം മുഴുവൻ അറിയപ്പെട്ടു. തീർച്ചയായിട്ടും 2023 ഇരിട്ടി ഓപ്പണിങ്ങോട് കോഴിക്കോടും കണ്ണൂർ ഞങ്ങൾ അറിയപ്പെട്ടു. മലബാർ ഏരിയ കവർ ചെയ്തു. മലബാർ ഏരിയ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. നന്നായിട്ട് ബിസിനസ് ചെയ്തു. സി ക്ലാസ്സിൽ ഞങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയ ബ്രാൻഡായി മാറി. എല്ലാവർക്കും ഇന്നിപ്പോൾ കേരളത്തിൽ എവിടെ അന്വേഷിച്ചാലും ദിയ അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഞങ്ങളുടെ സ്ഥാനം അവിടെ ഉറപ്പിച്ചു. ഞങ്ങളുള്ള ബ്രാൻഡുകളിലൊക്കെ ഫസ്റ്റ് 1ാം സ്ഥാനം ഞങ്ങൾ തന്നെ ഉറപ്പിച്ച് അവിടെ ഞങ്ങളുള്ള 6 സ്ഥലങ്ങളിലും ഞങ്ങൾ ലെജൻഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോഴും. അവിടെ നിന്ന് പിന്നെ ഒരു വലിയ ചാട്ടമാണ്. സി ക്ലാസിൽ മാർക്കറ്റിൽ നിന്ന് ബിയിലേക്കും എയിലേക്കും വന്നതിന് പകരം ലോക മാർക്കറ്റിലേക്കാണ് പിന്നീട് ദിയ ഇറങ്ങുന്നത്. എന്തായിരുന്നു അങ്ങനെ ഒരു മൂവ്മെന്റ്? ഞങ്ങൾ ഫസ്റ്റ് സി ക്ലാസ് മാർക്കറ്റ് എടുത്തു. ആ സമയത്ത് അവിടെ വലിയ കോമ്പറ്റീഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ സി ക്ലാസ് ചൂസ് ചെയ്യാൻ കാരണം. പക്ഷേ 2020 ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ സി ക്ലാസ്സിലേക്ക് കോർപ്പറേറ്റ് ഷോപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റിലൊന്ന് പേടിച്ചു. കാരണം ഞങ്ങളെ എക്സ്പീരിയൻസിൻ്റെ പുറമേ ഉള്ളൊരു കാര്യമാണ്, കോർപ്പറേറ്റ് സ്ഥാപനം വരികയാണ്. അപ്പോൾ ഫസ്റ്റ് മുക്കം ഞങ്ങളെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് വന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അവിടെ ഒരു ഹീറോ ഉണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ അങ്ങനെ തന്നെയാണ്. എപ്പോഴും ബിസിനസ്സിന് ഒരു വില്ലൻ വേണം. അല്ലെങ്കിൽ ബിസിനസ്സിലെ വില്ലൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റർ മാത്രമല്ല കേട്ടോ. കാരണം മാർക്കറ്റ് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം ഗോൾഡ് ബിസിനസ്സിലാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുന്ന വിഷയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റ് മോശമാവും, പല സിറ്റുവേഷനാണ്. പക്ഷേ ഇതും ഒരു കോമ്പറ്റേറ്റർ വരാൻ നമ്മൾ പേടിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളത് ഓവർകം ചെയ്യണമെന്നുള്ള ഇതിൽ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി ഡീപ്പായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കൺസൾട്ടൻറ്റിനൊക്കെ വെച്ചു. അങ്ങനെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല കൺസൾട്ടൻറ്റ് അന്വേഷിച്ചപ്പോൾ ടിനി ഫിലിപ്പ്, അദ്ദേഹമാണ് ഏറ്റവും നല്ല. അപ്പോൾ ഞങ്ങൾ ടിനി ഫിലിപ്പിൻ്റെ അടുത്ത് പോയി കൺസൾട്ടിങ് എടുത്തു. കൃഷ്ണകുമാർ സാറാണ് ഞങ്ങളെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. KK സാർ, യെസ്. അപ്പോൾ KK സാറിൻ്റെ ഡയറക്ഷനിൽ ഞങ്ങൾ ടിനി ഫിലിപ്പിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ടിനി സാറാണ് പറഞ്ഞത്,
എന്തുകൊണ്ട് എനിക്ക് എ ക്ലാസ് മാറിയിട്ട് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ മാർക്ക് ദുബായിൽ ഷോപ്പ് തുടങ്ങിക്കൂടാ? നിങ്ങൾക്കൊരു സ്ട്രോങ് ടീമുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ദുബായിൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ടിനിസാറ് പറയാണ്, ദുബായിൽ പോയിട്ട് നീ ഒരു ചെറിയ ഷോപ്പ്, ഒരു ചെറുതെങ്കിലും, പുള്ളി അങ്ങനെ ഒരു ചെറുതെങ്കിലും ആ രൂപത്തിൽ പുള്ളി പറഞ്ഞു. ഞങ്ങൾ ദുബായിൽ പോവാണ്. 2023 തുടക്കത്തിലാണ് നമ്മൾ ദുബായിലോട്ട് പോകുന്നത്. പക്ഷേ ദുബായിൽ ചെറിയ ഷോപ്പ് നോക്കാൻ പോയി ഞാൻ അവിടെ പോയിട്ട് 1300 സ്ക്വയർ ഫീറ്റുള്ള ഷോപ്പാണ് ഷാർജ സഫാരി മാളിൽ ഷോപ്പ് എടുക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. ഇപ്പോൾ ഷോപ്പൊക്കെ എടുത്തു. ആ ഷോപ്പ് എടുത്ത് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഒരു ബ്രോക്കർ വന്നു, അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ നല്ലൊരു ഷോപ്പ് കൊടുക്കാണ്ട് നിനക്ക് വേണം. അവിടെ പോയിട്ട് അതും രണ്ട് ഷോപ്പ് എടുത്തു. അങ്ങനെ നാട്ടിൽ വന്നു, ഷോപ്പ് എടുത്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പ്രശ്നമില്ല. പക്ഷേ അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ ഓക്കെയാണ്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ഞാൻ ചെറിയ ഷോപ്പ് എടുക്കാം, അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് എന്ത് പറയും ഇവർ. പക്ഷേ ഞാൻ ഷോപ്പ് എടുത്തു. ആ വർക്ക് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇൻവെസ്റ്റേഴ്സൊക്കെ വിളിയാണ്, അല്ല ഞങ്ങൾക്ക് ഷെയർ ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ 2 ഷോപ്പും ദുബായിൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഈ 2024 2 ഷോപ്പും സക്സസ് ആയിട്ട് ഓപ്പൺ ചെയ്തു, നന്നായി ബിസിനസ് ചെയ്തു. ഞങ്ങൾ 2025 തുടങ്ങാൻ പോയി വീണ്ടും 2 ഷോപ്പും കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഷാർജ റോളയിലും അജ്മാനിലും. നിലവിലിപ്പോൾ ഞങ്ങൾക്ക് 2 ഷോപ്പുണ്ട്, ഷാർജ മുവൈല സഫാരി മാളിലും അബുദാബി ഹംദാൻ സ്ട്രീറ്റിലും. ഇപ്പം 3ാമത്തെ ഷോപ്പ് അജ്മാനിലും 4ാം ഷോപ്പ് റോളയിലായിട്ട് എന്തായാലും ദൈവാനുഗ്രഹത്താൽ ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷഫീഖ് ജി ഒരു വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. 23ാമത്തെ വയസ്സിൽ ഒരു മോനായി. അതിനുശേഷമാണ് ബിസിനസ്സിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നത്. ഇത്ര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് ബിസിനസ്സും തുടങ്ങി. ഫാമിലിയുടെ സപ്പോർട്ട് ഈ ഒരു ബിസിനസ്സിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്നു? ഫസ്റ്റ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവൾ തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടിങ്. കാരണം അവളെ കയ്യിലുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിനങ്ങോട്ട് അറിയാലോ, ഒരു ചെറുപ്പത്തിലുള്ള ബിസിനസ്സുകാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. കുട്ടികൾ 3 ആൺകുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ലേറ്റായി വീട്ടിലെത്തും. ഒരു 1 മാൻ ഷോ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അവളെ പാർട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. കുട്ടികളുടെ കാര്യം വളരെ ശ്രദ്ധിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത മകന് അവനിപ്പോൾ BBA ഒക്കെ കഴിഞ്ഞു, നന്നായി പഠിച്ചു. 23 വയസ്സിലെ മോനുണ്ട്. അപ്പോൾ അവന് ഇപ്പോൾ ഷോപ്പ് ബിസിനസ്സിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അവനെത്തി. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി ഒരു ബാപ്പാക്ക് സപ്പോർട്ടായ മോനെയൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളത് അതൊരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ 2ാമത്തെ മോനെ അവന് MBBS പഠിക്കും, മെഡിസിന് പഠിക്കുന്നു. അപ്പോൾ അവനെ നല്ല നിലയ്ക്ക് അവൾ പഠിപ്പിലൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ 3ാമത്തെ ആൾ ജസ്റ്റ് SLC ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു ടെൻഷൻ തന്നെ അറിയിക്കാതെ നമ്മൾ ഈ ബിസിനസ്സായിട്ട് പോകുന്ന സമയത്തും അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അവരെയും ഒപ്പം നല്ല രീതിയിൽ വളർത്താൻ അത് അവളെ എനിക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണത്. ഒരു എല്ലാ സംരംഭകരുടെ യാത്രയിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഷഫീഖ് ജിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതെ, ഇനി അങ്ങനെ തന്നെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു മൊമെന്റ് ഉണ്ടാകുമല്ലോ, എന്തായിരുന്നു? എൻ്റെ ഫസ്റ്റിലെ ഒരു ആഗ്രഹമായിരുന്നു. ഏത് ഞാൻ എൻ്റെ ബാപ്പയുടെ ബിസിനസ് ഇത് മാറി എൻ്റെ ഒരു സ്വന്തം ആയിട്ടൊരു ബിസിനസ് ചെയ്യാണ്ട്. ഇന്ന് ഒരു കൊപ്ര കച്ചവടക്കാരനായ പൈങ്ങാറ അമ്മദിൻ്റെ മകൻ എന്നുള്ളത് മാറി ദിയ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ആ ചെയർമാൻ്റെ ബാപ്പ എന്നുള്ളത് എൻ്റെ ബാപ്പ അറിയപ്പെടുന്നത് ഉണ്ടാകുന്ന ആ സന്തോഷം, അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ മൊമെൻറ്റ്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തുടങ്ങി, അന്ന് കുറേ ആളുകളൊക്കെ എതിർത്തു, എന്നിട്ടും അൽഹംദുലില്ലാ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ ഞങ്ങൾ എത്തി. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ പ്രൗഡ് മൊമെൻറ്റ് എന്ന് ചോദിച്ചാൽ അത് തന്നെ എനിക്ക് പറയാനുണ്ടാവുള്ളൂ. ഇപ്പോഴും ഈ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു ചെയർമാൻ എന്നുള്ള പോസ്റ്റ് ഇരിക്കുക, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രൗഡ്. ഇന്ന് എത്ര എംപ്ലോയീസിൽ ദിയ ഗോൾഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്കിപ്പോൾ 300+ എംപ്ലോയീസ് ഉണ്ട് ഞങ്ങളെ മൊത്തം ഡിവിഷനിൽ. ജ്വല്ലറികളിൽ ഏതാണ്ട് ഞങ്ങളുടെ ഷോറൂംസിൽ ഹോൾസെയിൽ ഡിവിഷനിലാണ് 300-ലധികം സ്റ്റാഫ്. ഞങ്ങൾ 5 സ്റ്റാഫുമായിട്ട് തുടങ്ങിയൊരു സ്ഥാപനം 300 സ്റ്റാഫിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിജയത്തിന് പുറകിൽ ഇത് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, സ്പാർക്കിൽ എല്ലാവരുടെയും കഥകളിലൊക്കെ ഒരു പതർച്ച എപ്പോഴെങ്കിലും പറ്റിയിട്ട് അവിടെ നിന്ന് കയറി വന്നിരിക്കുന്നവരാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഷഫീഖിൻ്റെ കഥയിൽ എല്ലാം നല്ല നല്ല ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നൊരു വിജയത്തിൻ്റെ വഴിയാണ്. ഈ ഒരു വിജയ വഴിയുടെ രഹസ്യം എന്താ? ദൈവാനുഗ്രഹം. പിന്നെ എന്തിനും റെഡിയുള്ളൊരു വൈബ്രൻറ്റ് ടീം എൻ്റെ ഒപ്പം. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡിസിഷൻ പറയുമ്പോൾ അവരതെടുത്ത് ചെയ്തിരിക്കൂ. നോകളുടെ എണ്ണം കുറവാണ് അവിടെ. നോ ഇല്ല എന്നൊന്നല്ല, എന്ത് പറഞ്ഞാൽ അവർക്കറിയാം അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് ഭാരിച്ചാൽ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ രൂപത്തിലാണ് അവരുടെ മനോഭാവം. അത് തന്നെയാണ് ഞങ്ങളെ സക്സസ്.
എന്താണ് പിന്നെ നമ്മുടെ സ്ട്രെങ്ത് ആയി നിൽക്കുന്ന നമ്മളെ ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ടിങ് അവര് കട്ടയ്ക്ക് കൂടെ ഉണ്ട് തീർച്ചയായിട്ടും. ആദ്യം തുടങ്ങിയപ്പോൾ മുതല്. ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ടീമും, ആ ടീം തന്നെയാണ് നമ്മുടെ വിജയം. പിന്നെ ഫാമിലി സപ്പോർട്ട്, വൈഫ് ഉണ്ടാവും എല്ലാത്തിനും കൂടെയായിട്ട്. വൈഫാണല്ലോ ആദ്യത്തെ ഗോൾഡ് തരുന്നത്. ആദ്യത്തെ വൈഫാണ്. പിന്നെ നേരത്തെ കല്യാണം കഴിച്ച കഥ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ മകനുണ്ട്, ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ദുബായിൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഞാനവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത മകന് ഷാനൂൻ ഷഫീഖ് ഇപ്പോൾ BBA കഴിഞ്ഞു, സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് BBA കഴിഞ്ഞു ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ടപ്പോൾ ദുബായിൽ നിന്ന് MBA ചെയ്യാം. നേരത്തെ കല്യാണം കഴിച്ചോണ്ട് നേരത്തെ അങ്ങനെ ഒരു കല്യാണം ഗുണമുണ്ടല്ലേ? MBA അവിടെ ചെയ്യാം. പിന്നെ അതുപോലെ അവിടെ നിന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. എനിക്കത് ഷഫീഖ് ബിസിനസ് തുടങ്ങുന്ന 23-ാമത്തെ വയസ്സിലാണ്. യെസ്, അവനും ഏതാണ്ട് അവന് 23 വയസ്സായിട്ടേ ഉള്ളൂ. 23 വയസ്സിൽ അവനും ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് എൻട്രി ഷോപ്പൊക്കെ ഇങ്ങനെ പഠിച്ച് വരികയാണ്. അവിടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ജെറീഷ്, എൻ്റെ പാർട്ണർ അവിടെ ജെറീഷ്, അദ്ദേഹമാണ് ഷോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവനും കൂടിയുണ്ട്. ജെറീഷിൻ്റെ കൂടെ അവനുണ്ട് ഇപ്പോൾ അവിടെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു വളർച്ച, ഒരു അടുത്തൊരു ചുവട് വെക്കാനായിട്ട് ഒരുപാട് ടിനിയും അല്ലെങ്കിൽ KKSR ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു മാനേജ്മെന്റ് വളരുമ്പോൾ ഇങ്ങനത്തെ കൺസൾട്ടന്റുമാരുടെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് ഷെഫീഖ്? തീർച്ചയായിട്ടും കൺസൾട്ടന്റ് നമുക്ക് കച്ചവടം ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ അതിൻ്റെ അക്കൗണ്ട്സ്, നമ്മൾ ഏത് ബിസിനസ് എടുത്താൽ അതിൻ്റെ അക്കൗണ്ട്സ് പ്രോപ്പറായാൽ മാത്രമാണ്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തു. KKSR സ്ഥിരമായിട്ട് പറയുന്നതാണ്, എന്ത് ബിസിനസ് ചെയ്താലും അതിൻ്റെ അൾട്ടിമേറ്റ് നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ ബാലൻസ് ഷീറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ബിസിനസ് പ്രോഫിറ്റിലാണോ, എവിടെയെങ്കിലും നമുക്ക് എക്സ്പെൻസ് കൂടുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ കൺസൾട്ടിങ്, ഈ നമുക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ബിസിനസ് ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ കൺസൾട്ടൻറ്റുമാർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സക്സസ് ആയ വിജയം ഉണ്ടാവുള്ളൂ. നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ടിനി സാറ് അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് സക്സസ് ആയി, ദുബായിയുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിച്ചെടുക്കാനായി. ഇനി ഞങ്ങളിതാ A ക്ലാസ്സിലേക്ക് കേരളത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും A ക്ലാസ് മാർക്കിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ആ C ക്ലാസ് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി ഞങ്ങൾ A ക്ലാസ്സിലേക്ക് വരാനുള്ള ആളുകളായി എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് ഈ ടിനി സാറിനെ പോലുള്ള കൺസൾട്ടൻറ്റുമാരാണ്. അതാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. നിങ്ങൾ C ക്ലാസ് ചെയ്യേണ്ട ആളുകളല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് A ക്ലാസ്സിലും അല്ലെങ്കിൽ ദുബായിലും അതിൻ്റെ അപ്പുറമുള്ള ഒരു ലോകത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും ടീം ഉണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നത് ഞങ്ങളെ കൺസൾട്ടൻറ്റുമാരാണ്. എന്താണ് ദിയയുടെ ഫ്യൂച്ചർ? ദിയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളതൊരു കമ്പനിയായിരുന്നു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2003 യെസ്, തീർച്ചയായിട്ടും. അന്ന് എല്ലാവരും പാർട്ണർഷിപ്പും അതെ, എല്ലാവരും പാർട്ണർഷിപ്പും LLP ഒക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അന്നേ ഞങ്ങൾക്ക് അതൊരു ലോങ് വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2003 ഞങ്ങൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്ത്, ഞങ്ങൾ ദിയ ഗോൾഡ് പാലസ് ജ്വല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ 2032 വിഷൻ 2032 ദുബായ് GCC ഞങ്ങൾ 40ഓളം സ്റ്റോറുകളും, 2032 നമ്മൾ ദുബായ് IPOയിലും 2029 ഇന്ത്യയിൽ IPOയിലും പോകാന്നുള്ളതാണ്. അടിപൊളി. അതാണ് ഞങ്ങളെ നെക്സ്റ്റ് വിഷൻ. തീർച്ചയായിട്ടും ഞങ്ങളത് അന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. 2029 ഞങ്ങൾ IPOയിൽ പോയിരിക്കും. 2032 ഞങ്ങൾ ദുബായ് IPOയിൽ പോയിരിക്കും. ദുബായിൽ അന്ന് ഞങ്ങൾക്ക് 40 ഷോറൂംസ് ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. അതിന്റെ ഇപ്പോൾ 2 ഷോപ്പ് ഓൾറെഡി ഓപ്പൺ ആയി. 4 ഷോപ്പ് ഓപ്പൺ ആയി. അതായത് ഓപ്പൺ ആയി 2 വർക്ക് ഞാൻ പറഞ്ഞു ഈ മാസം അല്ല അടുത്ത നെക്സ്റ്റ് മന്ത് ഞങ്ങളത് ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് നടക്കട്ടെ, ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും പെട്ടെന്ന് ഹാപ്പി ആക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. നേരത്തെ ഞങ്ങൾ 2 ഷോപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിനെ തേടി പോയിട്ടില്ല. ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളെ കൊള്ള വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ദുബായിൽ ഒരു ചെറിയ ഷോപ്പ് എടുക്കാൻ പോയാൽ ഞാൻ 2 വലിയ ഷോപ്പുകൾ, ഒരു ഷോപ്പ് 1300 സ്ക്വയർ ഫീറ്റും മറ്റേ 1000 സ്ക്വയർ ഫീറ്റ് 2 ഷോപ്പ് സമയത്ത് ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അത് തുടങ്ങി വിത്തിൻ 2 months ഞങ്ങൾ നെക്സ്റ്റ് 2 ഷോറൂംസിലേക്ക് പ്ലാൻ ചെയ്തു. 2 ഷോറൂംസ് എടുത്ത സമയത്ത് അതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് മുട്ടുണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും ഞാൻ പറഞ്ഞില്ല 2032 ആ പ്രൊജക്റ്റും ഞങ്ങൾക്ക് 100% ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് വരും. കാരണം അവർ ഹാപ്പിയാണ്. കാരണം അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് ആയിക്കോട്ടെ, അല്ലെ നമ്മളോട് സർവീസ് ആയിക്കോട്ടെ, അവരുടെ പരിഗണന എല്ലാം അതിന് ഒരു ഭാഗവാക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ അടുത്ത് ബാക്കോട്ട് പോകുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു 2003 നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്നും എൻ്റെ കൂടെ കട്ടയ്ക്കുണ്ട്. ചിലപ്പോൾ ഒരാളൊക്കെ പോയിട്ടുണ്ടാകും, കാരണം അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസോ മറ്റോ വന്നിട്ട് അവർക്ക് ഉണ്ടാവാം അതൊക്കെ ബിസിനസ്സിൽ. അല്ലാതെ ഒരാൾ പോയുള്ളൂ
നമ്മളുടെ അടുത്ത് വിട്ട് പോയൊരവസ്ഥ ഉണ്ടായിട്ടില്ല. 23-ാമത്തെ വയസ്സിൽ ഭാര്യയുടെ ഗോൾഡും വാപ്പച്ച് തന്ന കുറച്ച് പൈസയും കുറച്ച് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കള് കസിൻസ് തന്നേക്കുന്ന ഷഫീഖിനെ വിശ്വസിച്ച് തന്നേക്കുന്ന ചെറിയൊരു മൂലധനത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ദിയ ഗോൾഡ് പാലസ്. ഇന്ന് ദിയ ഗോൾഡ് പാലസ് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആയിട്ട് കേരളത്തിനകത്ത് 6 ഷോപ്പും കേരളത്തിന് പുറത്ത് GCC കൺട്രീസിലെ 4 ഷോപ്പായിട്ടും 2032 എന്ന് പറയുന്ന വിഷനിലേക്കൊക്കെ വളരെയാണ്. നമ്മൾ ഇന്ന് എത്ര കോടി രൂപയുടെ ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? ഏതാണ്ട് 1000 കോടിയുടെ മേലെ ടേൺ ഓവറുള്ള കമ്പനിയാണ് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് 1000 CR മേലെ നമുക്ക് ടേൺ ഓവർ നടക്കാം. 1000 CR മുകളിൽ ചെയ്യുന്നുണ്ട്. 300ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 300 ആളുകൾ ജോലി കൊടുത്തിട്ടുണ്ട്. വലിയൊരു വിഷൻ. ഒരു 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അടിപൊളി. അപ്പോൾ ഈ യാത്ര ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സംരംഭവും സ്പാർക്കും ഞങ്ങളുടെ പ്രേക്ഷകരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഒരു യാത്രയിൽ വലിയൊരു പ്രാർത്ഥനയിലും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാണാം അടുത്ത തവണ കഥ പറയാൻ വന്നിരിക്കുമ്പോൾ ഈ 2032 എന്ന് പറയുന്ന വിഷനെ കംപ്ലീറ്റ് ചെയ്ത് 40 ഷോപ്പ് GCC കൺട്രീസിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നോടെ ഈ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കാം. അതെ, സന്തോഷം. ഓക്കെ, സന്തോഷം.